2006 ജനുവരി 13 അർജന്റീനയിലെ ബ്യൂണോസ് അയേഴ്സിലെ ഒരു മനോഹരമായ വേനൽക്കാല ദിനം. ഉച്ചയ്ക്ക് 12:38 അവിടുത്തെ പ്രാദേശിക ബാങ്കായ ബാങ്കോ റിയോ കൊള്ളയടിക്കപ്പെടുന്നതായി ലോക്കൽ പോലീസിന് ഒരു ഫോൺ കോൾ സന്ദേശം ലഭിച്ചു. നല്ല ശാന്തവും സമ്പന്നവുമായ ഒരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബാങ്കിന്റെ സ്ട്രോങ് റൂമിൽ ധാരാളം സമ്പത്തുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോൾ 4 കള്ളന്മാരും അവർ ബന്ദികളാക്കിയ 23 ആൾക്കാരും ബാങ്കിനകത്തുണ്ടെന്ന് കണ്ടെത്തി. ബാങ്കിൽ നിന്ന് പുറത്തു കടക്കാൻ 2 വഴികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 ഭാഗവും പോലീസ് സുരക്ഷിതമാക്കി. ഉച്ച കഴിഞ്ഞ് ഭൂരിഭാഗം സമയം പോലീസ് കൊള്ളക്കാരെയുമായി ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു, ബന്ദികളെ മോചിപ്പിക്കാൻ അവരുമായി നെഗോഷിയേറ്റ് ചെയ്യുന്നതിനു വേണ്ടി. എന്നാൽ വൈകിട്ടായതോടുകൂടി കള്ളന്മാർ പെട്ടെന്ന് നിശബ്ദരായി. വൈകുന്നേരം 7 മണിയോടെ പോലീസ് ഉദ്യോഗസ്ഥർ ബാങ്കിലേക്ക് അതിക്രമിച്ചു കയറി. എന്നാൽ അവർ ബാങ്കിലെത്തിയപ്പോൾ തികച്ചും വിചിത്രമായ ഒരു കാഴ്ചയാണ് കണ്ടത്. ബന്ദികൾ എല്ലാവരും തന്നെ ജീവനോടെയും ആരോഗ്യത്തോടെയും ഉണ്ടായിരുന്നു. എന്നാൽ ഏകദേശം 150 സേഫ്റ്റി ഡെപ്പോസിറ്റ് ലോക്കർ ബോക്സുകൾ തകർക്കപ്പെട്ട് അവയിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട നിലയിലുമായിരുന്നു. എന്നാൽ കള്ളന്മാരുടെ ഒരു സൂചനയും കണ്ടെത്താനായില്ല. ജനലുകൾ തകർന്നിരുന്നില്ല. പുറത്തേക്കുള്ള വഴികൾ മുഴുവൻ സമയം പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും കള്ളന്മാരുടെ ഒരു പൊടി പോലും കാണാനായില്ല. ഹൈറ്റ്സ് ഓഫ് ദ സെഞ്ചുറി എന്നറിയപ്പെടുന്ന ഈ ഒരു സംഭവത്തിൽ നിന്ന് ഈ കള്ളന്മാർ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ ജാഗ്രതയോടെ ബാങ്കിനെ നിരീക്ഷിച്ചിട്ടും എങ്ങനെയാണ് അവർ അപ്രത്യക്ഷരായത്? ഇപ്പോൾ ബാങ്കോ സാന്റാൻഡർ റിയോ എന്നറിയപ്പെടുന്ന ബാങ്കോ റിയോ രാജ്യമെമ്പാടും ശാഖകളിലുള്ള അർജന്റീനയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നു. അതിന്റെ ശാഖകളിൽ ഒന്നാണ് ബ്യൂണോസ് അയേഴ്സിന്റെ വടക്കൻ പ്രദേശങ്ങളിലെ സാൻ ഇസിൻഡ്രോയിലെ ശാന്തവും സമ്പന്നവുമായ അയൽപ്പക്കത്താണ് സ്ഥിതി ചെയ്യുന്നത്. 2006 തന്നെ അർജന്റീന കുപ്രസിദ്ധ ബാങ്ക് കൊള്ളയ്ക്ക് പരിചിതമായിരുന്നു. വാസ്തവത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കവർച്ച രാജ്യത്തെ ഞെട്ടിച്ചു. അത് ബാങ്കോ റിയോയുടെ കവർച്ചയ്ക്ക് പ്രചോദനമായി. 1999 അർജന്റീനയിലെ റാമല്ലോയിലുള്ള ഒരു ബാങ്കിൽ കള്ളന്മാർ അതിക്രമിച്ചു കയറി. പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തു. ബന്ദികളെ ഒരു ഷീൽഡായി ഉപയോഗിച്ച് കൊള്ളക്കാർ ബാങ്ക് വിടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് വെടിവെച്ചു. കൊള്ളക്കാരിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പക്ഷേ 2 നിരപരാധികളായ ബന്ദികളും കൂടി കൊല്ലപ്പെട്ടു. ആ ദാരുണ സംഭവം പോലീസിന് ഒരു പേടി സ്വപ്നമായിരുന്നു. ബാങ്ക് കൊള്ള മുഴുവൻ സംഭവ സ്ഥലത്തെ നിരവധി വാർത്താ ചാനലുകൾ ലൈവായി ടിവിയിൽ കാണിച്ചു. മിക്ക അർജന്റീനക്കാരും കവർച്ചയും കൊലപാതകങ്ങളും തത്സമയം കണ്ടുകൊണ്ടിരുന്നു. രാജ്യം ഞെട്ടലിലായിരുന്നു. റാമല്ലോ കേസിന്റെ ഫലമായി 2006 ബാങ്കോ റിയോയിലെ കവർച്ച നടത്തുന്ന സ്ഥലത്ത് പോലീസ് എത്തിയപ്പോൾ കർശനമായ നടപടിയെടുക്കാൻ പോലീസ് മടി കാണിച്ചു. മാത്രമല്ല, കള്ളന്മാരെ പിടികൂടാൻ പോലീസ് ഒട്ടും ധൃതി കാണിച്ചില്ല. കാരണം കള്ളന്മാരെ ബാങ്കിനകത്ത് കുടുക്കിയിട്ടിരിക്കുകയാണെന്നാണ് പോലീസ് കരുതിയിരുന്നത്. 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ ബാങ്കിന് ചുറ്റുമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാങ്കിന് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളിൽ എല്ലാം തന്നെ സ്നൈപ്പർ ഷൂട്ടർമാരും ഉണ്ടായിരുന്നു. ബാങ്കിന്റെ 2 എക്സിറ്റുകളും ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ കള്ളന്മാർക്ക് എവിടേക്കാണ് പോകാൻ കഴിയുക? അകത്തുണ്ടായിരുന്ന കൊള്ളക്കാരിൽ ഒരാൾ വാൾട്ടർ എന്ന രഹസ്യനാമം സ്വയം നൽകി ബന്ദികളെ മോചിപ്പിക്കുന്നതിനെ കുറിച്ച് പോലീസുമായി ചർച്ച നടത്തുകയായിരുന്നു. ബാങ്കിന്റെ സെക്യൂരിറ്റി ഗാർഡിനെ യാതൊരു പരിക്കും കൂടാതെ ബാങ്കിന്റെ മുൻവാതിലൂടെ പുറത്തേക്ക് പോകാൻ മോഷ്ടാക്കൾ അനുവദിച്ചു. തുടർന്ന് ഒരു യുവാവിനെയും പിന്നീട് ഒരു യുവതിയെയും കൂടി മോഷ്ടാക്കൾ വിട്ടയച്ചു. കാര്യങ്ങൾ നന്നായി പോകുന്നതായും കൊള്ളക്കാർ പോലീസിനൊപ്പം സഹകരിക്കുന്നതായും പോലീസുകാർക്ക് തോന്നി. ദി മാൻ ഇൻ ദി ഗ്രേ സ്യൂട്ട് എന്ന് വിളിപ്പേര് ലഭിച്ചിരുന്ന വാൾട്ടർ സാഹചര്യത്തിന്റെ ഗൗരവം കണക്കിലെടുക്കുമ്പോൾ വിചിത്രമായൊരു സന്തോഷത്തിലാണെന്ന് തോന്നി. അവനും മറ്റു കള്ളന്മാരും ബന്ദികളോട് നന്നായി പെരുമാറുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ബാങ്ക് ജീവനക്കാരിൽ ഒരാളുടെ ജന്മദിനമാണെന്ന് കണ്ടെത്തിയപ്പോൾ അവർ അദ്ദേഹത്തിന് ഹാപ്പി ബർത്ത്ഡേ പാട്ട് വരെ പാടി. പിന്നീട് ഉച്ച കഴിഞ്ഞ് 3:30 ശേഷിക്കുന്ന 23 ബന്ദികൾക്ക് വിശക്കുന്നുണ്ടെന്നും അവർക്ക് പിസ വേണമെന്നും വാൾട്ടർ പോലീസിനെ വിളിച്ചു പരാതിപ്പെട്ടു. ഈ കോളിന് ശേഷം ലൈൻ നിശബ്ദമായി. ബാങ്കോറിക്കുള്ളിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? വാൾട്ടർ പോലീസുകാരെ 3 മണിക്കൂർ വിടാതെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസിന് എന്ത് ചെയ്യണമെന്ന് ഒരു ധാരണയുമില്ലായിരുന്നു. അവർ അതിക്രമിച്ചു കയറി ബന്ദികളെ അപകടത്തിലാക്കി മറ്റൊരു റാമല്ലോ പോലുള്ള സാഹചര്യം വീണ്ടും ഉണ്ടാകുമോ എന്ന് പോലീസുകാർ ഭയപ്പെട്ടിരുന്നു. വാൾട്ടർ ഫോൺ എടുക്കാതായതോടുകൂടി നിരവധി മിസ് കോളുകൾക്കു ശേഷം അവർ വാൾട്ടറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ സ്പെഷ്യൽ ഫോഴ്സുകൾ ബാങ്കിന്റെ വാതിലുകൾ തകർത്ത് അകത്തു കയറി. 23 ബന്ദികളെ 3 വ്യത്യസ്ത നിലകളായി മോഷ്ടാക്കൾ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ലോബി, ബേസ്മെന്റ്, കോൺഫറൻസ് റൂം എവിടെയും പോലീസിന് മോഷ്ടാക്കളെ കണ്ടെത്താനായില്ല. ബന്ദികളുടെ ഇടയിൽ അവർ ഒളിച്ചിരിക്കുകയാണോ എന്ന് പോലീസ് 2 തവണ പരിശോധിച്ചെങ്കിലും അവരെ കണ്ടെത്താനായില്ല. ബാങ്കിലെ പണം ഒന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. എന്നാൽ ലോക്കർ റൂമിൽ പ്രവേശിച്ചപ്പോൾ കള്ളന്മാർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അവർക്ക് മനസ്സിലായി.
ബേസ്മെന്റിലെ 400 സ്റ്റീൽ സേഫ് ഡെപ്പോസിറ്റ് ബോക്സുകളിൽ 143 തകർന്ന നിലയിലായിരുന്നു. ആ കാലത്ത് മിക്ക അർജന്റീനക്കാരും രാജ്യത്തെ ബാങ്കിംഗ് സംവിധാനത്തിൽ വളരെ അവിശ്വാസികളായിരുന്നു. 2001 അർജന്റീനയിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ ബാങ്കിംഗ് സംവിധാനം തകർന്നു. ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന അവരുടെ സമ്പത്തെല്ലാം നഷ്ടമായി. ഇന്നത്തെ മിക്ക ആളുകളും ബിറ്റ് കോയിനുകളെ കാണുന്നത് പോലെയാണ് ബാങ്ക് അക്കൗണ്ടുകളിലെ പണത്തെ അർജന്റീനക്കാർ ഒരു സംശയത്തോടു കൂടിയാണ് കണ്ടുകൊണ്ടിരുന്നത്. ബാങ്കുകൾ അർജന്റീനക്കാർ തങ്ങളുടെ സേഫ് ഡെപ്പോസിറ്റ് ബോക്സുകൾക്കുമായി മാത്രമേ ഉപയോഗിച്ചു കൊണ്ടിരുന്നുള്ളൂ. അതിനകത്ത് അവരുടെ സമ്പത്തെല്ലാം അവർ സൂക്ഷിച്ചിരുന്നു. ഇനിയും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അവ നഷ്ടപ്പെടില്ല എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ എപ്പോഴും അവർക്ക് അവരുടെ സമ്പത്ത് വീണ്ടെടുക്കാൻ കഴിയും. സാൻ ഇസിൻഡ്രിയെ അസാധാരണ വിധം സമ്പന്നമായ ഒരു പ്രദേശം ആയതിനാൽ ബാങ്ക് സേഫ് ഡെപ്പോസിറ്റ് ബോക്സുകളിൽ വളരെയധികം സമ്പത്തുണ്ടായിരുന്നു. മോഷ്ടാക്കൾ കുത്തിത്തുറന്ന നിരവധി പെട്ടികൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതിനു ശേഷം മോഷ്ടാക്കൾ അവശേഷിച്ച ഏതാനും തെളിവുകൾ കൂടി അവർക്ക് കണ്ടെത്തി. ഒരു ബാറ്ററി പാക്ക്, പൂട്ട് തുറക്കാൻ ഉപയോഗിച്ചതായി കരുതപ്പെടുന്ന ഒരു ഉപകരണം, കളിത്തോക്കുകളുടെ ഒരു നിര. അതെ, യഥാർത്ഥ ആയുധങ്ങൾ പോലും ഉപയോഗിക്കാതെയാണ് കൊള്ളക്കാർ ഈ ഇതിഹാസ ബാങ്ക് കൊള്ള നടത്തിയത്. പോലീസ് കണ്ടെത്തിയ അവസാനത്തെ തെളിവും തികച്ചും വിചിത്രമായ ഒന്നായിരുന്നു. ആയുധങ്ങളും വിച്ഛേദങ്ങളും ഇല്ലാതെ ധനികരായ ആളുകളുടെ ഒരു പ്രദേശത്ത് അത് വെറും പണമാണ്, സ്നേഹമല്ല എന്ന കാവ്യാത്മകമായ ഒരു കുറിപ്പ്. രാജ്യത്തെമ്പാടുമുള്ള അർജന്റീനക്കാർ മണിക്കൂറോളം ടെലിവിഷനിൽ നിന്ന് കവർച്ച മുഴുവൻ ന്യൂസ് ചാനലുകളുടെ ലൈവായി കണ്ടുകൊണ്ടിരുന്നു. അർജന്റീനക്കാർ ഉടൻ തന്നെ കൊള്ളക്കാരെ റോബിൻഹുഡിനെ പോലുള്ള നാടോടി നായകന്മാരായി ചിത്രീകരിച്ചു. എല്ലാത്തിനും ഉപരി അവർ സമ്പന്നരിൽ നിന്ന് മോഷ്ടിച്ചു, ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അവരുടെ കവർച്ച അല്പം സമർത്ഥമായിരുന്നു. അപ്പോൾ ആരാണ് ഇതിന്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ? ഇത്രയും റിസ്ക് ഉള്ള ഒരു കവർച്ചയിൽ നിന്ന് അവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഹൈസ്റ്റ് ഓഫ് ദ സെഞ്ചുറി എന്നറിയപ്പെടുന്ന ഈ കവർച്ചയുടെ പിന്നിലുള്ള സൂത്രധാരൻ ഫെർണാണ്ടോ അരോഹോ എന്ന മനുഷ്യനാണെന്ന് തെളിഞ്ഞു. റാമോല്ലയിലെ ബാങ്ക് കൊള്ള അരോഹയെ നന്നായി ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. കൊള്ളക്കാർ ഏതാണ്ട് സക്സസ്ഫുൾ ആയ കവർച്ച നടത്തിയെന്ന് അയാൾ കരുതി. പക്ഷേ അവർ പോകാൻ ശ്രമിച്ചപ്പോൾ പിടിക്കപ്പെട്ടു. ഒരു ദിവസം ഒരു പബ്ബിൽ അരോഹോ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുമ്പോൾ തന്റെ ഉറ്റ സുഹൃത്തിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഒരു കൊള്ളയ്ക്ക് ശേഷം കൊള്ളക്കാർക്ക് അപ്രത്യക്ഷമാകാൻ കഴിഞ്ഞാലോ? അവർക്കൊരു ടണലിലൂടെ അല്ലെങ്കിൽ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജിലൂടെ അപ്രത്യക്ഷമാകാൻ കഴിഞ്ഞാലോ? അരോഹയുടെ സുഹൃത്ത് സെബാസ്റ്റ്യൻ ഗാർസിയ ബോൾസ്റ്റർക്ക് ഇതൊരു ഭ്രാന്തൻ പദ്ധതിയായി തോന്നിയെങ്കിലും ഒരു ബ്രില്യന്റ് പ്ലാൻ ആണെന്ന് സമ്മതിച്ചു. എന്നിരുന്നാലും ബോൾസ്റ്റർ ഒരു കുറ്റവാളിയോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയോ ഉള്ള ആളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ സുഹൃത്തിന്റെ സിദ്ധാന്തത്തിന് വലിയ പ്രാധാന്യം നൽകിയില്ല. അർജന്റീനയുടെ വടക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സാമ്പത്തികമായി സാമാന്യം ഭേദപ്പെട്ട ഒരു സൊസൈറ്റിയിലാണ് അരോഹയും ബോൾസ്റ്ററും ഒരുമിച്ച് വളർന്നത്. ബോൾസ്റ്റർ പൂർണ്ണമായും നിയമപരമായി കുറ്റങ്ങളൊന്നും ചെയ്യാത്ത നല്ല രീതിയിലുള്ള ഒരു ജീവിത ശൈലിയിൽ ജീവിച്ചിരുന്ന ആളാണ്. എന്നാൽ അരോഹോ നിയമങ്ങളൊക്കെ ലംഘിച്ച് ഒരു ചെറിയ ക്രിമിനൽ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തിരുന്നു. ബോൾസ്റ്ററിന് ഒരു ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു. അദ്ദേഹം ചെറിയ എഞ്ചിനുകളൊക്കെ റിപ്പയർ ചെയ്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ തൻ്റെതായ കണ്ടുപിടുത്തങ്ങളും യന്ത്രങ്ങളെ പറ്റിയുള്ള ഗവേഷണങ്ങളും ഒക്കെ കൊണ്ട് വളരെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ ജീവിച്ചു പോന്നിരുന്നു. പക്ഷെ അരോഹോ അല്പം വിചിത്രമായ ഒരു ജീവിതശൈലിയാണ് നയിച്ചിരുന്നത്. മാർഷൽ ആർട്സ് പഠിപ്പിക്കുകയും കൂടാതെ പണത്തിനായി കഞ്ചാവ് കൃഷിയും ചെയ്യുകയും ചെയ്തിരുന്നു. ആക്ച്വലി അരോഹോ ഒരു കലാകാരനായിരുന്നു. അടുത്തിടെ ഉണ്ടായ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ തൻ്റെ കാമുകിയുമായിട്ടുള്ള വേർപിരിയൽ അദ്ദേഹത്തിനെ നന്നായി വേദനിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം വീടിന് പുറത്ത് ഇറങ്ങാതെ പലപ്പോഴും ഇരുട്ട് റൂമിൽ ഇരിക്കുന്നു. അദ്ദേഹം കുറച്ചു മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഉറക്കവും തീരെ കുറവായിരുന്നു. പലപ്പോഴും കഞ്ചാവ് കൂടുതലായി ഉപയോഗിക്കുകയും സ്ഥിരമായി വേണ്ടത്ര ഭക്ഷണം പോലും കഴിക്കാതെ ആളായിരുന്നു അരോഹോ. അങ്ങനെ അരോഹോ വിചിത്രമായ ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവന്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ബാങ്ക് കവർച്ചകളായിരുന്നു. ബാങ്ക് കൊള്ളക്കാർ ഉൾപ്പെടുന്ന എല്ലാ മാധ്യമങ്ങളും സിനിമകളും ഷോകളും മുതൽ യഥാർത്ഥ ജീവിതത്തിലെ കവർച്ചയുടെ ഡോക്യുമെന്ററികൾ വരെ അരോഹോ അതീവ ഇൻട്രസ്റ്റോടു കൂടി കണ്ടുകൊണ്ടിരുന്നു. മറ്റ് സാങ്കല്പിക കൊള്ളക്കാരും യഥാർത്ഥ കൊള്ളക്കാരും ചെയ്യുന്ന തെറ്റുകൾ നിരീക്ഷിക്കുകയും ഈ നിരീക്ഷണങ്ങൾ ഉപയോഗിച്ച് തികഞ്ഞ കൊള്ള ആസൂത്രണം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 2018 അരോഹോ തിരിച്ചറിഞ്ഞു തനിക്കൊരു പദ്ധതി കണ്ടുപിടിക്കാൻ മാത്രമല്ല മെക്കാനിക്കൽ സാങ്കേതിക പരിജ്ഞാനം കൂടി ആവശ്യമാണെന്ന്. എന്നാൽ ബോൾസ്റ്റർ ആ ആശയത്തിൽ അത്ര സന്തുഷ്ടനായിരുന്നില്ല. കുറച്ചു കാലം ഒരു ബാങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നാൽ ബാങ്കുകളിൽ കടക്കുക എന്നത് മിക്ക ആളുകൾ കരുതുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നിരുന്നാലും തന്റെ അച്ഛനും മുത്തച്ഛനും ബാങ്കുകളിൽ പണം ഏൽപ്പിക്കുകയും പിന്നീട് സാമ്പത്തിക മാന്ദ്യകാലത്ത് അതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തതിനാൽ അദ്ദേഹം രോഷാകുലനായിരുന്നു. അങ്ങനെ പലരെയും പോലെ അദ്ദേഹവും ബാങ്ക് വെറുക്കാൻ തുടങ്ങി. ആർക്കും പരിക്കേൽക്കില്ല എന്ന് ഉറപ്പ് നൽകിയപ്പോൾ, വാസ്തവത്തിൽ കൈവശം യഥാർത്ഥ ആയുധങ്ങൾ പോലും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയപ്പോൾ ബോൾസ്റ്റർ ബാങ്ക് റോബറിക്ക് സമ്മതിച്ചു. അതിനുവേണ്ടിയുള്ള പ്ലാനും ഇരുവരും ചേർന്നുണ്ടാക്കാൻ തുടങ്ങി.
അർജന്റീനയുടെ തെരുവുകളുടെ അടിയിൽ ധാരാളം അഴുക്കുചാലുകളുണ്ട്. അവ നേരിട്ട് നദികളിലേക്കാണ് ചെന്നെത്തുന്നത്. ബാങ്കിന് സമീപമുള്ള ഒരു അഴുക്കുചാലിൽ കൊള്ളക്കാർ പ്രവേശിച്ച് അത് ബാങ്കുമായി ബന്ധിപ്പിക്കുന്നതിനായി ഒരു തുരങ്കം കുഴിക്കും. എന്നിരുന്നാലും ബാങ്കിന്റെ രാത്രികാല അലാറം സംവിധാനം മറികടക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയായിരിക്കും. അപ്പോൾ മോഷ്ടാക്കൾ ബാങ്കിന്റെ അലാറം സംവിധാനം എങ്ങനെ ഓഫ് ചെയ്യും? സിമ്പിൾ. അത് ഒട്ടും തെറ്റിക്കാതെ പകൽ സമയത്ത് അലാറം സജ്ജീകരിക്കാത്ത സമയത്ത് ബാങ്കിന്റെ ഉള്ളിലെ സേഫ് ഡെപ്പോസിറ്റ് ബോക്സുകൾ മോഷ്ടാക്കൾ കൊള്ളയടിക്കും. പക്ഷേ ബാങ്ക് ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ അവർ ബാങ്കിൽ കയറി സേഫ് ഡെപ്പോസിറ്റ് ബോക്സുകൾ മോഷ്ടിക്കുന്നത് ആരുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാൻ എങ്ങനെ കഴിയും? അതിനുള്ള വഴിയും അവർ കണ്ടെത്തി. ബേസ്മെന്റിൽ നടക്കുന്ന യഥാർത്ഥ ബാങ്ക് കവർച്ച മറയ്ക്കാൻ മുകളിലത്തെ നിലയിൽ ഒരു വ്യാജ ബാങ്ക് കവർച്ച നടത്തുക. പ്ലാൻ റെഡിയായതോടുകൂടി ഇരുവരും ഈ ജോലി പൂർത്തീകരിക്കാൻ ആവശ്യമായ പരിചയസമ്പന്നരായ കള്ളന്മാർ, ധനകാര്യ വിദഗ്ധർ, പലവിധ ക്രിമിനൽ ആക്ടിവിറ്റികൾ ചെയ്ത് ജയിലിൽ പോയിട്ടുള്ള ആൾക്കാർ എന്നിവരുടെ ഒരു സംഘത്തെ കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. പരിചയസമ്പന്നനായ ബാങ്ക് കൊള്ളക്കാരായ ഡോക്കും അയാളുടെ കൂട്ടാളിയായ ബെറ്റോ എന്ന വിളിപ്പേരുള്ള ആൽബർട്ടോയും അർജന്റീനയിലെ ബാങ്ക് കൊള്ളക്കാരുടെ ഒരു സംഘത്തിലെ മുൻ അംഗങ്ങളായിരുന്നു. രക്ഷപ്പെടാനുള്ള വാഹനം ഓടിക്കുന്നതിന് ഒരു ഡ്രൈവറെയും സംഘത്തിൽ ചേർത്തു. ഈ പ്ലാൻ നടപ്പിലാക്കുന്നതിന് ഒരു ഫൈനാൻഷ്യറിയെയും അവർ കണ്ടെത്തി. വിരമിച്ച ധനികനായ ഇറുഗേക്കാരനായ കള്ളൻ ലൂയിസ് മരിയോ. അദ്ദേഹം ഈ പ്രവർത്തനത്തിനായി $1,00,000 നിക്ഷേപിച്ചു. ബാങ്കിൽ കയറാൻ ബോൾസ്റ്ററിന് ഒരു വഴി കണ്ടെത്തേണ്ടി വന്നു. ധാരാളം കഷ്ടപ്പെട്ട് തുരങ്കങ്ങൾ തുറന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് ലോക്കറുകൾ പൊളിക്കുന്നത് കേൾക്കാതിരിക്കാൻ എളുപ്പമുള്ള ഒരു മാർഗവും അദ്ദേഹം കണ്ടെത്തി. ബാങ്ക് കൊറിയയിലെ മറ്റൊരു ശാഖയിൽ ഒരു സേഫ് ഡെപ്പോസിറ്റ് ബോക്സുകൾ വാടകയ്ക്കെടുക്കാൻ ബോൾസ്റ്റർ തീരുമാനിച്ചു. എന്നിട്ട് ബാങ്കിലെ ലോക്കറിൽ ഉപയോഗിച്ചിരുന്ന സേഫ് ഡെപ്പോസിറ്റ് ബോക്സ് നിർമ്മിക്കുന്ന കമ്പനിയുടെ ബ്രാൻഡ് നെയിം കുറിച്ചു വെച്ചു. അവർ തുറക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കണ്ടെത്താൻ അദ്ദേഹം തന്നെ കുറച്ച് ബോക്സുകൾ അദ്ദേഹത്തിന്റെ മറ്റൊരു അഡ്രസ്സിലേക്ക് ഓർഡർ ചെയ്തു. ലോക്കുകളിലൂടെ ഒരു ജാക്ക് ഹാമർ കൊണ്ട് കുത്തിയാൽ സേഫ് ഡെപ്പോസിറ്റ് ബോക്സിന്റെ ലോക്ക് അധികം ശബ്ദമില്ലാതെ എളുപ്പത്തിൽ തുറക്കാമെന്ന് കണ്ടെത്തി. എന്നിരുന്നാലും ദി ഇറ്റാലിയൻ ജോബ് അല്ലെങ്കിൽ ഏതെങ്കിലും മോഷണ സിനിമ കണ്ടിട്ടുള്ള ആർക്കും അറിയാവുന്നതുപോലെ നിങ്ങൾ കൊള്ളയടിക്കുന്ന സ്ഥലത്ത് നിന്ന് വിലപിടിപ്പുള്ളതും ഭാരമേറിയതുമായ ധാരാളം സാധനങ്ങൾ പുറത്തെടുക്കുന്നത് അതിൻ്റെതായ വെല്ലുവിളി ഉയർത്തുന്നു. കള്ളന്മാർ വെള്ളം നിറഞ്ഞ അഴുക്കുചാലിലേക്ക് തിരികെ ഇറങ്ങാൻ പോകുന്നതിനാൽ ഇൻഫ്ലേമബിൾ ബോട്ടുകളിൽ സാധനം കയറ്റുന്നത് നല്ല ആശയമായി തോന്നി. കവർച്ച നടന്ന ദിവസം രാവിലെ 7 പേരും കാപ്പി കുടിക്കാൻ ഒത്തുകൂടി. തുടർന്ന് ഹൈസ്റ്റ് ഓഫ് ദ സെഞ്ചുറി എന്നറിയപ്പെടുന്ന കവർച്ച ആരംഭിക്കാൻ അവർ പിരിഞ്ഞു. ബോൾസ്റ്റർ ബാങ്കിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് എത്തുന്നതിനായി ഓവുചാലുകൾ പോകുന്ന ഡ്രൈനേജിലേക്ക് പോയി. ജൂലിയൻ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കാർ ഓടിച്ചുകൊണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു മീറ്റിംഗ് സ്ഥലത്തേക്ക് പോയി. വിറ്ററ്റും ഉറുഗേക്കാരനുമായ ലൂയിസ് ചേർന്ന് മോഷ്ടിച്ച ഒരു കാർ ബാങ്കിന്റെ അടിയിലെ ഗ്യാരേജിലേക്ക് കൊണ്ടുപോയി. ബാക്കിയുള്ള ആൾക്കാർ മറ്റൊരു മോഷ്ടിച്ച കാറുമായി ബാങ്കിലേക്ക് പോയി. ബിറ്റോയും ഡോക്കുമാണ് ആദ്യം അകത്തേക്ക് കയറിയത്. അന്ന് രാവിലെ 9 വയസ്സുള്ള തന്റെ മകനിൽ നിന്നും വാങ്ങിയ കളിത്തോക്ക് കാണിച്ച് ബാങ്കിലുള്ളവരെ എല്ലാം പേടിപ്പിച്ചു. അത് വർക്കാവുകയും ചെയ്തു. വെടിവെക്കുമെന്ന് പേടിച്ച് എല്ലാവരും നിലത്ത് മുട്ടുകുത്തി. അരോഹോ മറ്റൊരു മോഷ്ടിച്ച കാർ ബാങ്കിന് മുന്നിൽ കൊണ്ട് നിർത്തി. കൊള്ളയ്ക്ക് ശേഷം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കാറാണെന്ന് എന്ന് പോലീസുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. കൊള്ളക്കാരുടെ രക്ഷപ്പെടൽ പദ്ധതി പോലീസിനെ കണ്ടെത്തി എന്ന് പോലീസ് തെറ്റിദ്ധരിച്ചു. അരോഹോ ഒരു ബേസ്ബോൾ തൊപ്പിയും മാസ്കും നീണ്ട സ്വർണ്ണ നിറമുള്ള വിഗും സൺഗ്ലാസും ധരിച്ച് ബാങ്കിലേക്ക് പ്രവേശിച്ചു. അതേസമയം ബോൾസ്റ്റർ താൻ കുഴിച്ച തുരങ്കത്തിന് അറ്റത്തെത്തി. ഡോക്ക് ബാങ്കിനെയും ബോൾസ്റ്ററിന്റെ തുരങ്കത്തെയും വേർതിരിക്കുന്ന ബേസ്മെന്റിന്റെ മതിൽ പൊളിച്ച് ബാങ്കിനുള്ളിൽ ആരും അറിയാതെ കവർച്ചയ്ക്ക് സഹായിക്കാൻ ബോൾസ്റ്ററിനെ അകത്തേക്ക് കടത്തിവിട്ടു. ലൂയിസും ബെറ്റോയും ബാങ്കിനുള്ള ആൾക്കാരെ ബന്ദികളാക്കി പലയിടത്തും പൂട്ടിയിട്ടു. കൊള്ളക്കാർ കവർച്ചയിൽ കുടുങ്ങിയതായി പോലീസിനെ വിശ്വസിപ്പിക്കുന്നതിനായി വിറ്ററ്റ് പിന്നീടെത്തിയ പോലീസുകാരനെ നേരിടാൻ വാൾട്ടറിന്റെ വേഷം സ്വീകരിച്ചു. അറൗജോയുടെ പദ്ധതി അല്പം മികച്ചതായിരുന്നു. ബേസ്മെന്റിൽ നടക്കുന്ന കവർച്ച മറച്ചുവെക്കാൻ മോഷ്ടാക്കൾ മുകളിലത്തെ നിലയിലെ ഒരു പരാജയപ്പെട്ട ബാങ്ക് കവർച്ച സൃഷ്ടിക്കുകയായിരുന്നു. പോലീസിന് മേൽക്കൈ ഉണ്ടെന്നും ബാക്കിയുള്ള ബന്ദികളെ ചർച്ചയിലൂടെ മാത്രമേ പിടികൂടാൻ കഴിയുമെന്നും വരുത്തി തീർക്കാൻ വിറ്ററ്റ് ഒന്നിനു പിറകെ ഒന്നായി കുറച്ച് ബന്ദികളെ വിട്ടയച്ചു. മുഴുവൻ കൊള്ളക്കാർക്കും അകത്ത് കയറാനും പുറത്തിറങ്ങാനും 2 മണിക്കൂർ സമയമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അറൗജോയിൽ നിന്ന് താഴേക്ക് വരാനുള്ള സിഗ്നൽ ലഭിച്ചപ്പോൾ വിറ്ററ്റ് പോലീസുകാരോട് പിസ ഓർഡർ ചെയ്യാൻ പറഞ്ഞു. തുടർന്ന് ബേസ്മെന്റിലേക്ക് പോയി ബന്ദികളെ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും അനങ്ങിയാൽ കൊല്ലപ്പെടുമെന്നും പറഞ്ഞു. ബെറ്റോയും വിറ്ററ്റും ബോൾസ്റ്ററിന് വിലപിടിപ്പുള്ള വസ്തുക്കൾ ബാഗുകളിൽ നിറയ്ക്കാൻ സഹായിച്ചു.
അതേസമയം അറോജയും ഡോക്കും DNA മറ്റു തെളിവുകൾ നശിപ്പിക്കുകയും പോലീസിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കാൻ ഒരു ബാർബർ ഷോപ്പ് തറയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന മുടി അവിടെ പലയിടത്ത് ഇടുകയും ചെയ്തു. തുടർന്ന് ബോൾസ്റ്ററിന്റെ തുരങ്കത്തിലൂടെ കൊള്ളക്കാർ പുറത്തേക്ക് കടന്നപ്പോൾ തകർന്ന ബേസ്മെന്റ് മതിലിന്റെ എല്ലാ തെളിവുകളും അവർ വൃത്തിയാക്കി ഒരു വലിയ ഭാരമുള്ള ക്യാബിനറ്റിന് പിന്നാലെ ടണലിന്റെ ദ്വാരം മറച്ചു. അങ്ങനെ കൊള്ളക്കാർ മോഷ്ടിച്ച പണവും സ്വർണവും മറ്റു വിലപിടിപ്പുള്ള ഒക്കെയും കൊണ്ട് ടണലിലൂടെ നടന്ന് നദിക്കരയിലെത്തി. അവിടെ തന്നെ നേരത്തെ കൊണ്ടുവച്ച ഇൻഫ്ലേമബിൾ ബോട്ടിൽ കയറി രക്ഷപ്പെട്ടു. കൊള്ളക്കാർ ബാങ്കിനകത്തുണ്ടെന്ന് അപ്പോഴും പോലീസ് കരുതിയിരുന്നത്. ഒടുവിൽ മണിക്കൂറുകൾക്ക് ശേഷവും കൊള്ളക്കാരുമായി ഫോൺ കോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ബാങ്കിലേക്ക് ഇരച്ചു കയറിയപ്പോൾ കൊള്ളക്കാർ പിസ കഴിച്ചുകൊണ്ട് ടിവിയിൽ ലൈവ് റിപ്പോർട്ട് കാണുകയായിരുന്നു. ഗ്രൂപ്പിലെ ഏറ്റവും മിടുമിടുക്കന്മാരിൽ ഒരാളായ ബോൾസ്റ്റർ ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്ത ക്രെഡിറ്റ് കാർഡുകൾ പോലീസ് ട്രാക്ക് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ ബാങ്കിൽ നിന്ന് സംഘം പുറത്തേക്ക് പോകുന്ന വഴിയിൽ നിന്ന് വളരെ അകലെയുള്ള വിവിധ തെരുവുകളിലായി കാർഡുകൾ വിതറി. ഈ കാർഡുകൾ കിട്ടിയ ആൾക്കാർ അത് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്താൻ ശ്രമിക്കുമ്പോൾ പോലീസ് അവരെ ട്രാക്ക് ചെയ്ത് അറസ്റ്റ് ചെയ്യുകയും അവർ ഈ കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോയെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നിരുന്നെങ്കിലും കൊള്ളയ്ക്ക് പിന്നിലുള്ള യാതൊരു ലീഡും പോലീസിന് ലഭിച്ചിട്ടില്ല. അരോഹയുടെയും ബോൾസ്റ്ററിന്റെയും പ്ലാൻ അത്ര മികച്ചതായിരുന്നു. എന്നാൽ ജീവിതത്തിൽ സാധാരണയായി സംഭവിക്കുന്നത് പോലെ ഏറ്റവും ശ്രദ്ധാപൂർവം ചെയ്യുന്ന മോഷണങ്ങൾ പോലും ചെറിയ ഒരു പിഴവ് കൊണ്ട് പിടിക്കപ്പെടും. പണം വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ താനും സുഹൃത്തുക്കളും ബാങ്കോറിയെ കൊള്ളയടിച്ചതായി ബെറ്റോ ഭാര്യയോട് വീമ്പളക്കി. ബെറ്റോയ്ക്ക് ഭാര്യയെ അലീഷയെ പലപ്പോഴും വഞ്ചിക്കുന്ന ശീലമുണ്ടെന്ന് കണക്കിലെടുക്കുമ്പോൾ ഈ വിവരങ്ങൾ ഇത്ര എളുപ്പത്തിൽ വെളിപ്പെടുത്തുന്നത് ഒരു നല്ല ഐഡിയ ആയിരുന്നില്ല. ഒരു ദിവസം ബെറ്റോ ബാഗിൽ നിന്ന് ഒരുപാട് നോട്ടുകെട്ടുകൾ നഷ്ടപ്പെട്ടതായി അദ്ദേഹം ശ്രദ്ധിച്ചു. തുടർന്ന് ബെറ്റോയും അലീഷയും തമ്മിൽ വലിയൊരു വഴക്കുണ്ടായി. അലീഷ കവർച്ച മുതലിൽ നിന്ന് ഒരുപാട് തുക എടുത്തു ചിലവഴിച്ചിരുന്നു. ഈ തർക്കത്തെ തുടർന്നുള്ള ദേഷ്യത്തിൽ അലീഷ ബാങ്ക് കവർച്ചയുടെ ഡീറ്റെയിൽസ് പോലീസിന് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ കവർച്ച നടന്ന മാസങ്ങൾക്ക് ശേഷം ബാങ്കോറിയയിലെ ഉൾപ്പെട്ട എല്ലാ ആൾക്കാരും പോലീസ് പിടികൂടി. എല്ലാവരെയും വിചാരണ ചെയ്ത് ജയിലിലേക്ക് അയച്ചു. 9 മുതൽ 15 വർഷം വരെ അവർക്ക് തടവ് വിധിച്ചെങ്കിലും ആർക്കും തന്നെ മുഴുവൻ കാലയളവിൽ ജയിലിൽ തീർക്കേണ്ടതായി വന്നില്ല. ജയിലിലെ അവരുടെ നല്ല നടപ്പ് പരിഗണിച്ച് അരോഹിയെയും ബോൾസ്റ്ററിനെ 2 വർഷത്തെ തടവിന് ശേഷം ടെമ്പററി റിലീസ് ചെയ്തു. അവരെ 2 വർഷം കൂടി സ്വന്തം വീട്ടിൽ ഹൗസ് അറസ്റ്റിൽ വെച്ചു. എന്നാൽ ബെറ്റോയ്ക്കും ലൂയിസിനും 6 തൊട്ട് 8 വർഷം വരെ ജയിലിൽ ശിക്ഷ ലഭിച്ചു. കാരണം അവരുടെ പാസ്റ്റ് ക്രൈം ഹിസ്റ്ററി പരിഗണിച്ചാണ് അത്രയും കാലയളവ് അവർക്ക് ലഭിച്ചത്. എന്നിരുന്നാലും പിന്നീട് എല്ലാവരെയും വിട്ടയച്ചു. ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും അവർക്ക് ചെറിയ ശിക്ഷ ലഭിക്കാൻ ഉണ്ടായ മെയിൻ കാരണം കൊള്ളയ്ക്ക് വേണ്ടി അവർ ഉപയോഗിച്ചത് കളിത്തോക്കുകളായിരുന്നു എന്നതാണ്. അവർ നടത്തിയത് ഒരു ആംഡ് റോബറിയെ കണക്കാക്കാൻ സാധിക്കില്ല. മാത്രമല്ല അവരുടെ ജയിലിലുള്ള നല്ല നടത്തവും പരിഗണിച്ചാണ് ഇത്രയും ചുരുങ്ങിയ കാലയളവ് അവർക്ക് ലഭിച്ചത്. പിടിക്കപ്പെട്ടെങ്കിലും അവരുടെ ധീരമായ കൊള്ള അർജന്റീനയിൽ ഇപ്പോഴും കുപ്രസിദ്ധമായി തുടരുന്നു. ഇതുപോലുള്ള സ്റ്റോറികൾ ഇനിയും കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.